പൊളിറ്റിക്കൽ ഫോക്കസ് ആരംഭിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. UAE പ്രഖ്യാപിച്ച പൊതുമാപ്പിനോട് മികച്ച പ്രതികരണം. ആദ്യ 2 ദിവസങ്ങളിലായി ആയിരക്കണക്കിന് ആളുകൾ പദ്ധതി പ്രയോജനപ്പെടുത്തി. ഒക്ടോബർ 31 വരെ 2 മാസത്തെ പൊതുമാപ്പാണ് പ്രഖ്യാപിച്ചത്. ആദ്യ 2 ദിവസങ്ങളിൽ രാജ്യമെങ്ങും പൊതുമാപ്പ് അപേക്ഷകൾ നൽകാനും പദ്ധതി പ്രയോജനപ്പെടുത്താനുമായി ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. ഇന്ത്യക്കാർ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ ആളുകൾ രേഖകൾ ശരിയാക്കുകയും ഇവരിൽ അർഹരായവർ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കുകയും ചെയ്തു. Actually, I came here for the employment visa for 2-month entry permit, but companies ran away, so I stuck here. So I cannot apply my visa entry. So I get a fine. So I just now came here, this amnesty program, so it is very good and fast service. So they are cancel my visa now and I will apply for my new visa. This is the good opportunity for the UAE. UAEയിൽ വന്നവരെല്ലാം സന്തോഷത്തോടെ കഴിയണമെന്ന ആഗ്രഹത്തെ തുടർന്നാണ് പൊതുമാപ്പ് നടപ്പാക്കുന്നതെന്ന് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി പറഞ്ഞു. Already we completed around close to 1,000, little more than 1,000 people, ladies and men. And there are some cases also with kids which we solved their problems here in the country. I think first day is we can give it very good. അതിനിടെ റെസിഡൻസി നിയമലംഘകർ രാജ്യം വിടാനായി റെസിഡൻസി വിസ അനുവദിച്ച അതേ എമിറേറ്റിൽ തന്നെ അപേക്ഷ സമർപ്പിക്കണമെന്ന് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് അറിയിച്ചു. അതേസമയം ദുബായിൽ ജോലി നേടി രാജ്യത്ത് തുടരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദുബായിലെ സേവന കേന്ദ്രങ്ങളെ സമീപിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. ഖത്തറിലെ സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം ഊർജിതമാക്കുന്നു. തൊഴിൽ മേഖലയിൽ കൂടുതൽ സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമത്തിന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹ്മദ് അൽ താനി അംഗീകാരം നൽകി. പുതിയ പ്രഖ്യാപനം ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് തിരിച്ചടിയാണ്. സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിലും കമ്പനികളിലും സ്വദേശികളായ തൊഴിലാളികളുടെ പങ്കാളിത്തം ഗണ്യമായി വർദ്ധിപ്പിക്കാനും സ്വദേശികൾക്കും സ്വദേശി വനിതകളുടെ കുട്ടികൾക്കും പുതിയ തൊഴിലവസരങ്ങൾ നൽകാനും ലക്ഷ്യമാക്കിയാണ് നിയമം നടപ്പാക്കുന്നത്. ഇതുവഴി സ്വകാര്യ തൊഴിൽ മേഖലയിൽ കൂടുതൽ സ്വദേശികളെ ഉൾക്കൊള്ളിക്കാനും സ്വദേശികളുടെ മാനവ വിഭവശേഷി സ്വകാര്യ തൊഴിൽ മേഖലയിൽ പരമാവധി പ്രയോജനപ്പെടുത്താനുമാണ് സർക്കാർ ലക്ഷ്യമാക്കുന്നത്. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 6 മാസത്തിനു ശേഷം നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് ഔദ്യോഗിക വാർത്താ ഉറവിടമായ ഖത്തർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സ്വദേശികളായ യോഗ്യരായ ആളുകളെ സ്വകാര്യ തൊഴിൽ മേഖലയിലേക്ക് ആകർഷിക്കുക, സ്വദേശികളെ ആകർഷിക്കുന്ന തരത്തിൽ കമ്പനികളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുക, സ്വകാര്യ മേഖലയിൽ സ്വദേശികളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുക, യോഗ്യരായ ഉദ്യോഗസ്ഥരുടെ തൊഴിൽ വിപണിയിലെ ആവശ്യകത നിറവേറ്റുക, കൂടുതൽ സ്വദേശികളെ നിയമിക്കുന്നതിന് സ്വകാര്യ മേഖലയിലെ കമ്പനികളെയും സ്ഥാപനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് പുതിയ നിയമത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. രാജ്യത്തെ വിവിധ മേഖലകളിൽപ്പെട്ട സ്ഥാപനങ്ങൾ പുതിയ നിയമത്തിനു കീഴിൽ ഉൾപ്പെടുമെന്നും തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കിയ വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കി. വാണിജ്യ രജിസ്ട്രേഷനുള്ള വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ, രാജ്യത്ത് പ്രവർത്തിക്കുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ, സർക്കാരും സ്വകാര്യ സ്ഥാപനങ്ങളും ചേർന്ന് നടത്തുന്ന സ്ഥാപനങ്ങൾ, സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കമ്പനികൾ, ലാഭം ലക്ഷ്യം വെക്കാതെ പ്രവർത്തിക്കുന്ന ചാരിറ്റി സ്ഥാപനങ്ങൾ, കായിക സ്ഥാപനങ്ങൾ, അസോസിയേഷനുകൾ തുടങ്ങിയവ പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരും. സ്ഥാപനത്തിന്റെ നിലവാരം, തൊഴിലാളികളുടെ എണ്ണം, ജോലി എന്നിവയെ അടിസ്ഥാനമാക്കി സ്ഥാപനങ്ങളെ തരംതിരിച്ച് സ്വകാര്യ മേഖലയ്ക്കായി തൊഴിൽ ദേശസൽക്കരണ പദ്ധതി നടപ്പിലാക്കുമെന്നും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഖത്തരി പൗരന്മാർക്ക് തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും സുസ്ഥിരമായ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രാലയം പ്രതീക്ഷിക്കുന്നു. തൊഴിൽ ദേശസാൽക്കരണത്തിനായുള്ള സ്റ്റാൻഡേർഡ് തൊഴിൽ കരാർ ടെംപ്ലേറ്റുകൾ പുറപ്പെടുവിക്കുന്നതിനും പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. അതേസമയം വരും ദിവസങ്ങളിൽ മാത്രമേ നിയമത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാവുകയുള്ളൂ. അൻവർ പാലേരി, 24 ദോഹ. കുവൈറ്റിൽ ഉച്ചസമയങ്ങളിൽ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിനുള്ള നിരോധനം പിൻവലിച്ചു. പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിന്റേതാണ് നടപടി. വേനൽ ചൂടിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനായി രാവിലെ 11 മുതൽ വൈകിട്ട് 4 മണി വരെ തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നത് നിരോധിച്ചിരുന്നു. IIT ഡൽഹിയുടെ ആദ്യത്തെ രാജ്യാന്തര ക്യാമ്പസ് അബുദാബിയിൽ തുറന്നു. അബുദാബി കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉദ്ഘാടനം ചെയ്തു. അണ്ടർ ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളുടെ ആദ്യ ബാച്ചിനെയും സ്വാഗതം ചെയ്തു. അബുദാബിയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ഖലീഫ സർവകലാശാല, മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സോർബൺ യൂണിവേഴ്സിറ്റി അബുദാബി, സായിദ് സർവകലാശാല എന്നിവയുമായി സഹകരിച്ചാണ് പുതിയ ക്യാമ്പസ് പ്രവർത്തിക്കുക. ഗവേഷണം, വിദ്യാഭ്യാസ പരിപാടികൾ, സെമിനാറുകൾ, ഇന്റേൺഷിപ്പ്, ശില്പശാലകൾ, മത്സരങ്ങൾ തുടങ്ങിയ ഒട്ടേറെ മേഖലകളിൽ സഹകരണം ഉറപ്പാക്കും. ക്യാമ്പസിന്റെ ഉദ്ഘാടനം അബുദാബി കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നിർവഹിച്ചു.
ഡൽഹി IITയുടെ ആദ്യത്തെയും ഇന്ത്യൻ IITകളുടെ രണ്ടാമത്തെയും ഓഫ്-ഷോർ ക്യാമ്പസുകളാണ് അബുദാബിയിലേത്. IIT അബുദാബി ക്യാമ്പസ് സ്ഥാപിക്കുന്നതിന് അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പും IIT ഡൽഹിയും തമ്മിൽ കഴിഞ്ഞ ജൂലൈയിലാണ് ധാരണയിലെത്തിയത്. IITs ഗോ ഗ്ലോബൽ എന്ന ക്യാമ്പയിൻ പ്രകാരം 2002 ഓഗസ്റ്റിലാണ് UAE IIT പഠന കേന്ദ്രം വരുന്നത് സംബന്ധിച്ച് പ്രാഥമിക ചർച്ചകൾ നടക്കുന്നത്. തുടർന്ന് ഡൽഹി IIT ഇതിനായി തെരഞ്ഞെടുക്കുകയായിരുന്നു. 24 അബുദാബി. സൗദിയിൽ കോടതിയിലെത്തുന്ന തൊഴിൽ കേസുകളുടെ എണ്ണം കുറഞ്ഞു. അനുരഞ്ജന ചർച്ചയിലൂടെ തന്നെ പല പരാതികളും പരിഹരിക്കുന്നതായി റിപ്പോർട്ട്. 3 മാസത്തിനിടെ 42,000-ത്തിലധികം സീസണൽ തൊഴിൽ വീസകൾ അനുവദിച്ചതായി അധികൃതർ അറിയിച്ചു. സൗദിയിൽ പ്രവാസികളുമായി ബന്ധപ്പെട്ട തൊഴിൽ കേസുകൾ വലിയ തോതിൽ കുറഞ്ഞതായി സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. തൊഴിൽ തർക്കങ്ങൾ അനുരഞ്ജന ചർച്ചകളിലൂടെ പരിഹരിക്കാനുള്ള വേദികൾ സജീവമാണ്. ഇതുവഴി പരിഹരിക്കപ്പെട്ട കേസുകളുടെ എണ്ണം 78% വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ കോടതിയിലെത്തുന്ന കേസുകളുടെ എണ്ണം കുറഞ്ഞു. അതേസമയം ഈ വർഷം രണ്ടാം പാദത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ജോലികൾക്കായി 42,853 സീസണൽ തൊഴിൽ വിസകൾ അനുവദിച്ചതായി മന്ത്രാലയം അറിയിച്ചു. 10,000-ലേറെ സ്വദേശികൾക്ക് ഈ കാലയളവിൽ തൊഴിൽ പരിശീലനം നൽകുകയും ചെയ്തു. സ്വദേശിവൽക്കരണ പദ്ധതിക്കായി 4 ബില്യൺ റിയാലിൽ കൂടുതൽ ചെലവഴിച്ചു. ഈ വർഷം ആദ്യ പകുതിയിൽ 9,712 മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ സ്വദേശികൾക്ക് ലഭിച്ചു. 6 മാസത്തിനിടയിൽ 38,000-ഓളം സ്വദേശികൾക്ക് പുതുതായി ജോലി ലഭിച്ചതായും മന്ത്രാലയം അറിയിച്ചു. 24 ജിദ്ദ. കുവൈറ്റിൽ സഹേൽ ആപ്ലിക്കേഷൻ വഴി വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം കൈമാറാമെന്ന് ആഭ്യന്തര മന്ത്രാലയം. ഡിജിറ്റൽ പരിവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും പ്രക്രിയകൾ ലളിതമാക്കുന്നതിനുമാണ് പുതിയ സംവിധാനം. സഹേൽ ആപ്ലിക്കേഷൻ സേവനങ്ങൾ എന്ന മെനുവിൽ നിന്ന് ആഭ്യന്തര വകുപ്പ് സെലക്ട് ചെയ്യുമ്പോൾ വരുന്ന ലിസ്റ്റിൽ വാഹന കൈമാറ്റം എന്ന സബ് മെനുവിലാണ് വാഹനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകേണ്ടത്. ICF മെക്ക കമ്മിറ്റിയുടെ കുടിവെള്ള പദ്ധതികൾ നാടിന് സമർപ്പിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകിയ 5 കിണറുകളുടെ സമർപ്പണമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ബീഹാറിലെ ചോർക്കൂർ, ജാർഖണ്ഡിലെ നോബിട്ടോല, ഗന്നിപ്പര, പശ്ചിമബംഗാളിലെ ചിക്നി, കുരിയാട്ടൂർ എന്നിവിടങ്ങളിലാണ് മർക്കസ് ത്വയ്ബ ഗാർഡൻ സ്വീറ്റ് വാട്ടർ പ്രോജക്റ്റുമായി സഹകരിച്ച് കിണറുകൾ നിർമ്മിച്ചത്. ഷാഫി ബാഖവി അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ നാസ്വർ അൻവരി ഉദ്ഘാടനവും മുഹമ്മദ് മാസ്റ്റർ പറവൂർ മുഖ്യപ്രഭാഷണവും നടത്തി. മദീന ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 3ാമത് ചാമ്പ്യൻസ് ലീഗ് ടൂർണമെന്റിന്റെ ഫിക്സ്ചർ നറുക്കെടുപ്പും ടീമുകളുടെ ജേഴ്സി പ്രകാശനവും നടന്നു. മീകാത്ത് റോഡിലുള്ള സദ്ദാം ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വ്യാഴാഴ്ചയാണ് മത്സരങ്ങൾ നടക്കുക. ടൂർണമെന്റ് 5 ആഴ്ച നീണ്ടു നിൽക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കലാസാംസ്കാരിക പരിപാടികളും ടീമുകളുടെ മാർച്ച് പാസ്റ്റും ഉണ്ടാകും. ജാഫർ കാവാടത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മിഫ പ്രസിഡന്റ് ഹിഫ്സു റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മുനീർ പടിക്കൽ സ്വാഗതവും ഹംസ മണ്ണാർക്കാട് നന്ദിയും പറഞ്ഞു. റിയാദിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ അലിഫ് ഇന്റർനാഷണൽ സ്കൂൾ 15ാം വാർഷികം ആഘോഷിക്കുന്നു. ആഘോഷങ്ങൾ അടുത്ത വർഷം ജനുവരി 17 വരെ നീണ്ടുനിൽക്കും. അലിഫ് ഇന്റർനാഷണൽ സ്കൂളിന്റെ 5 മാസം നീളുന്ന 15ാം വാർഷികാഘോഷ പരിപാടികളാണ് വിവിധ ഘട്ടങ്ങളിലായി നടക്കുന്നത്. ആഘോഷ പരിപാടികളുടെ പ്രഖ്യാപനം അലിഫ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് ചെയർമാൻ അലി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. 2009 റിയാദ് ബത്തഹയ്ക്ക് സമീപം ഖസാൻ സ്ട്രീറ്റിലാണ് അലിഫ് സ്കൂൾ സ്ഥാപിതമായത്. തുടർന്ന് 2019 കോഴിക്കോട്ട് അലിഫ് ഗ്ലോബൽ റെസിഡൻഷ്യൽ സ്കൂൾ, രാജ്യാന്തര വിദ്യാർത്ഥികൾക്ക് വേണ്ടി അലിഫ് വെർച്വൽ സ്കൂൾ എന്നീ സ്ഥാപനങ്ങളും ആരംഭിച്ചു. LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് CBSE അംഗീകാരത്തോടെ അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസമാണ് ഇവിടെ നൽകുന്നത്. 15ാം വാർഷികത്തിന്റെ ഭാഗമായി നിർധനരായ 15 വിദ്യാർത്ഥികൾക്ക് അലിഫ് പഠന സഹായം നൽകുമെന്ന് ചെയർമാൻ അലി അബ്ദുറഹ്മാൻ അറിയിച്ചു. ഏറ്റവും അജ്നബി സ്കൂളുകളിൽ ഏറ്റവും നല്ല ഉയർന്ന സ്ഥാനമാണ് അലിഫിനുള്ളത്. ആ സന്തോഷത്തിൽ അറിയിക്കുന്നു. 15ാം വാർഷികത്തിന്റെ ഭാഗമായി റിയാദിലെ ഇതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന 15 വർഷം പൂർത്തിയാക്കിയ അധ്യാപകരെ അലിഫ് ആദരിക്കും. പുസ്തകമേളയും സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരെ പങ്കെടുപ്പിച്ച് സാഹിത്യ ചർച്ചകളും മുഷാഹിറകളും സംഘടിപ്പിക്കും. വിദ്യാർത്ഥികളിലെ വിവിധ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുന്നതിന് അലിഫിയൻ സ്റ്റോക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും കോഡിങ്ങിനും ഊന്നൽ നൽകിയുള്ള ഡിജി ഫെസ്റ്റ്, സയൻസ് എക്സ്പോ, GK മെഗാ ക്വിസ്, ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ്, ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യം വികസിപ്പിക്കുന്നതിനായി അലിഫ് ആവിഷ്കരിച്ച ലിംഗോ ഡ്രാമാറ്റിക്സ്, കുടുംബിനികൾക്കായി മോം ഫെസ്റ്റ് തുടങ്ങിയ വ്യത്യസ്ത പരിപാടികളും വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി നടക്കും. വിവിധ അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളിൽ പഠനം നടത്തുന്ന
അലിഫ് പൂർവ്വ വിദ്യാർത്ഥികളുടെ അലുമിനെ ടോക്ക്, അലിഫ് ഗാല, കരിയർ ബിസിനസ് രംഗത്തെ പ്രഗത്ഭരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള എക്സ്പേർട്ട് ടോക്ക് തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ലുക്മാൻ അഹമ്മദ് അറിയിച്ചു. വിവിധ പദ്ധതികളാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമാണ് 15 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, നിർധരരായ 15 വിദ്യാർത്ഥികളെ ഞങ്ങൾ തെരഞ്ഞെടുത്ത് സ്കോളർഷിപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. പ്രിൻസിപ്പൽ മുഹമ്മദ് മുസ്തഫയും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. 24 റിയാദ്. വീണ്ടും US പ്രസിഡന്റായാൽ ഫ്ലോറിഡയിൽ കഞ്ചാവ് നിയമവിധേയമാക്കാൻ പരിശ്രമിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. വ്യക്തിഗത അളവിൽ കഞ്ചാവ് കൈവശം വയ്ക്കുന്നവരെ പിടികൂടാനായി നികുതിദായകരുടെ പണം പാഴാക്കരുത് എന്നും ട്രംപ് വ്യക്തമാക്കി. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഫ്ലോറിഡയിൽ മഴുവാന അഥവാ കഞ്ചാവ് നിയമവിധേയമാക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഇപ്പോൾ വലിയ തോതിൽ അമേരിക്കയിൽ ചർച്ചയാകുകയാണ്. വ്യക്തിഗത അളവിൽ കഞ്ചാവ് കൈവശം വയ്ക്കുന്നവരെ പിടികൂടാനായി നികുതിദായകരുടെ പണം പാഴാക്കരുതെന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്കയിൽ ഇപ്പോൾ 24 സംസ്ഥാനങ്ങളിൽ വ്യക്തികൾക്ക് വിനോദപരമായ ആവശ്യങ്ങൾക്കും മെഡിക്കൽ മേഖലയിലും കഞ്ചാവ് ഉപയോഗിക്കുവാൻ നിയമപരിരക്ഷയുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കാമെങ്കിൽ ഫ്ലോറിഡയിൽ അത് ഒരു ക്രിമിനൽ കുറ്റമാകരുതെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം. പകരം പൊതു ഇടങ്ങളിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ മതിയാകുമെന്നും ട്രംപ് നിർദ്ദേശിക്കുന്നു. ചെറിയ തോതിൽ കഞ്ചാവ് കൈവശം വെച്ചു എന്ന പേരിൽ ഫ്ലോറിഡയിലുള്ള ഒരാളെ ക്രിമിനലാക്കി അയാളുടെ ജീവിതം നശിപ്പിക്കേണ്ടതില്ലെന്നും ട്രംപ് പറഞ്ഞു. നോ ടാക്സ് ഓൺ ടിപ്സ് പ്രചരണ പരിപാടിയുടെ ഭാഗമായി ട്രൂത്ത് സാമൂഹിക മാധ്യമത്തിലൂടെയായിരുന്നു ട്രംപിന്റെ ഈ പ്രഖ്യാപനം. 21 വയസ്സിന് മുകളിലുള്ളവർക്ക് 3 ഔൺസ് വരെ കൈവശം വയ്ക്കാനും വാങ്ങുവാനുമുള്ള അവകാശം നിയമവിധേയമാക്കുവാൻ താൻ പരിശ്രമിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിയമ ഭേദഗതി കൊണ്ടുവരും. ഇതിനായി വോട്ടർമാരുടെ അംഗീകാരം തനിക്ക് ആവശ്യമാണെന്നും വീണ്ടും US പ്രസിഡന്റാകുവാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24. PV അൻവറിന്റെ ആരോപണത്തിൽ ADGP MR അജിത് കുമാറിനെതിരായ നടപടി മയപ്പെടുത്തി സർക്കാർ. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റില്ല. അജിത് കുമാറിനെ മാറ്റിയാൽ P ശശിയെയും മാറ്റേണ്ടി വരും എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ADGPക്കെതിരായ ആരോപണം സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് അന്വേഷിക്കും. അതേസമയം സുജിത് ദാസിനെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റി സർക്കാർ ഉത്തരവിറക്കി. സുജിത് ദാസ് പോലീസ് മേധാവിക്ക് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. VG വിനോദ് കുമാറാണ് പുതിയ ജില്ലാ പോലീസ് മേധാവിയായി എത്തുക. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, PV അൻവറിന്റെ ആരോപണത്തിൽ ഇപ്പോൾ ADGP MR അജിത് കുമാറിനെതിരായ നടപടി സർക്കാർ മയപ്പെടുത്തുന്നു എന്ന് പറയുന്നുണ്ട്. ഏത് രീതിയിലായിരിക്കും ഇനി അജിത് കുമാറിന് എതിരായിട്ടുള്ള നടപടികൾ സർക്കാർ നീക്കുക? പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ക്രമസമാധാന ചുമതലയിൽ MR അജിത് കുമാർ തുടർന്നുകൊണ്ടുള്ള അന്വേഷണം, അതാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള കാര്യം. ഇതിനുവേണ്ടി സംസ്ഥാന സർക്കാർ കണ്ടെത്തിയിരിക്കുന്ന ഫോർമുല, സംസ്ഥാന പോലീസ് മേധാവി തന്നെ നേരിട്ട് ഈ വിവാദങ്ങളിൽ അന്വേഷണം നടത്തും എന്നുള്ളതാണ്. മാത്രമല്ല, സംസ്ഥാന പോലീസ് മേധാവിയുടെ സംഘത്തിൽ 5 ഉദ്യോഗസ്ഥരുണ്ട്. അതിൽ സൗത്ത് സോൺ IG G സ്പർജൻ കുമാർ, അതേപോലെ തന്നെ തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസ്, തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് SP മധുസൂദനൻ, ഈ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് SP ഷാനവാസ് തുടങ്ങിയവരടങ്ങുന്ന സംഘമായിരിക്കും അന്വേഷണം നടത്തുക. അത് ഗൗരവം, അതായത് സംസ്ഥാന സർക്കാരും CPM ഇക്കാര്യത്തിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിന്റെ ഗൗരവം കണ്ടുകൊണ്ടാണ് ഇങ്ങനെ അന്വേഷണ സംഘത്തെ രൂപപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അതേസമയം സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കുമെങ്കിൽ കൂടി ക്രമസമാധാന ചുമതലയിൽ ADGP MR അജിത് കുമാർ തുടരും എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. അത് വലിയ സമ്മർദ്ദത്തിനൊടുവിലാണ് സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതെങ്കിലും തരത്തിൽ MR അജിത് കുമാറിനെതിരെ മാറ്റിയാൽ, അല്ലെങ്കിൽ അതായത് നടപടിയെടുത്താൽ അത് P ശശിക്കെതിരെ നടപടിയെടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അങ്ങനെ ഒരു ഭയം കാരണമാണ് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അതേസമയം നേരത്തെ മലപ്പുറം SP ആയിരുന്ന, പിന്നീട് ഇപ്പോൾ പത്തനംതിട്ട SP തുടരുന്ന സുജിത് കുമാറിനെ പത്തനംതിട്ട SP ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതുപോലും MR അജിത് കുമാറിനെ സംരക്ഷിക്കാനാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ VG വിനോദ് കുമാറിനെ, അതായത് തിരുവനന്തപുരത്തുണ്ടായിരുന്ന VG വിനോദ് കുമാറിനെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയെ നിയമനം നൽകിയിട്ടുമുണ്ട്. ഏതായാലും ഇതടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് കടുംവെട്ടില്ല. പകരം ഈ തീരുമാനങ്ങളിലും മുൻപ് തീരുമാനിച്ച നടപടികളിലും സംസ്ഥാന സർക്കാർ മയപ്പെടുത്തുന്നു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രവിധ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.
ലൈംഗിക പീഡന കേസിൽ എം മുകേഷ് അടക്കമുള്ള പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് പോലീസ്. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്ത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി. വിവിധ കോടതികളിലായി സിദ്ദിഖും ഇടവേള ബാബുവും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അതിനിടെ നടൻ ബാബുരാജ് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ അടിമാലി പോലീസ് കേസെടുത്തു. മുകേഷ്, മണിയൻപിള്ള രാജു, അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിച്ചത്. പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത സർക്കാർ കസ്റ്റഡി ആവശ്യം കോടതിയിൽ ഉന്നയിച്ചു. വാട്സപ്പ് ചാറ്റുകൾ, ഫോൺ കോൾ രേഖകൾ എന്നിവയടക്കം മുദ്രവച്ച കവറിൽ മുകേഷ് സമർപ്പിച്ച തെളിവുകൾ കോടതി പരിശോധിച്ചു. വാർത്താമാധ്യമങ്ങളിലെ പരാതിക്കാരിയുടെ പ്രതികരണങ്ങളും തെളിവായെത്തി. ഇതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സിദ്ദിഖ് ഹൈക്കോടതിയിലും ഇടവേള ബാബു പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലും എത്തി. അതേസമയം നടൻ ജയസൂര്യ കടന്നുപിടിച്ചെന്ന നടിയുടെ പരാതിയിൽ തൊടുപുഴ പോലീസ് നടിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. ജയസൂര്യക്കെതിരായ മറ്റൊരു കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നയരൂപീകരണമോ അടിയന്തര നടപടിയോ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അരുന്ധതി റോയ്, KR മീര, പ്രകാശ് രാജ്, രേവതി ലൗൾ ഉൾപ്പെടെയുള്ള 72 പേർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ഇതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി എത്തിയിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ആലപ്പുഴ ചേർത്തലയിൽ നവജാത ശിശുവിനെ മാതാവും ആൺസുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തി. ആൺസുഹൃത്ത് രതീഷിന്റെ വീട്ടിലെ ശുചിമുറിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മാതാവാസിയും രതീഷും ചേർന്ന് ശ്വാസം മുട്ടിച്ചാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത്. ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ 26-നാണ് ആശ ആൺകുഞ്ഞിന് ജന്മം നൽകുന്നത്. പിന്നീട് 31-ാം തീയതി ആശുപത്രി വിട്ടു. കുട്ടി ജനിച്ച വിവരം ആശുപത്രി അധികൃതർ പഞ്ചായത്തിന് കൈമാറി. പഞ്ചായത്തിൽ നിന്ന് നവജാത ശിശു പരിപാലനത്തിന്റെ ഭാഗമായുള്ള അന്വേഷണം വന്നപ്പോൾ കുഞ്ഞ് തന്റെ പക്കലില്ല എന്നുള്ള വിവരം ആശ നൽകി. വളർത്താൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാൽ തൃപ്പൂണിത്തുറ സ്വദേശികൾക്ക് കൈമാറി എന്നാണ് ആശ വ്യക്തമാക്കിയത്. ഇതോടെ ആശാ വർക്കർ വീട്ടിലെത്തി. അവരോടും 2 മക്കളുടെ അമ്മ കൂടിയായ ആശ ഇക്കാര്യം തന്നെ പറഞ്ഞു. സംശയം തോന്നിയ ആശാപ്രവർത്തക വാർഡ് മെമ്പർ ഷിൽജയെ വിവരമറിയിച്ചതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. ഷിൽജ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചേർത്തല പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആശയെയും ആൺസുഹൃത്ത് രതീഷിനെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ആദ്യം തൃപ്പൂണിത്തുറയിൽ കുട്ടിയെ നൽകിയെന്ന് പറഞ്ഞ ഇവർ പിന്നീട് കുട്ടി മരിച്ചു എന്ന് പോലീസിനോട് സമ്മതിച്ചു. തുടർ ചോദ്യം ചെയ്യലിൽ ആശയുമായി ചേർന്ന് രതീഷ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തതാണെന്ന് പോലീസ് കണ്ടെത്തി. തുടർന്ന് മൃതദേഹം തേടി പോലീസ് പള്ളിപ്പുറം പുല്ലുവേലി ഭാഗത്തേക്ക്. രതീഷിന്റെ വീടിന്റെ പരിസരത്തും പൊന്തക്കാട്ടിലും നടത്തിയ തെരച്ചിലിൽ ആദ്യം കുഞ്ഞിനെ പൊതിഞ്ഞുകൊണ്ടുവന്ന വസ്ത്രം കണ്ടെത്തി. പിന്നീട് ശുചിമുറിയിൽ ഒളിപ്പിച്ച നിലയിൽ കുഞ്ഞിന്റെ മൃതദേഹവും. ആശ ഗർഭിണിയാണെന്ന വിവരം വീട്ടുകാരോടും ഭർത്താവിനോടും മറച്ചുവച്ചിരുന്നതായി മൊഴിയുണ്ട്. വയറ്റിൽ മുഴയാണെന്നാണ് ഭർത്താവ് മനോജിനോട് പറഞ്ഞിരുന്നത്. ആശുപത്രിയിൽ ചികിത്സ തേടിയതും ഇതിനായെന്നാണ് പറഞ്ഞത്. പക്ഷേ ആശുപത്രി രേഖകളിൽ ആശയ്ക്കൊപ്പമുണ്ടായിരുന്നത് രതീഷാണെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. 30-ന് തന്നെ സഞ്ചിയിൽ കുഞ്ഞിനെ രതീഷിന് കൈമാറിയെന്നാണ് ആശ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്. മൃതദേഹം ആദ്യം ഒളിപ്പിച്ചത് ശുചിമുറിയിലല്ലെന്ന് പോലീസ് പറയുന്നു. പൊന്തക്കാട്ടിലോ സെപ്റ്റിക് ടാങ്കിലോ ആണെന്നാണ് സംശയം. സംഭവം പുറത്തായതോടെ കത്തിച്ചു കളയാൻ വേണ്ടിയാണ് ശുചിമുറിയിൽ സൂക്ഷിച്ചത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. 24 ആലപ്പുഴ. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കാൻ NCPക്കുള്ളിൽ നിർണായക നീക്കം. ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗത്തിൽ AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടു. നേരത്തെ ശശീന്ദ്രനൊപ്പമായിരുന്ന സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ തീരുമാനം ദേശീയ അധ്യക്ഷൻ ശരത് പവാർ എടുക്കട്ടെയെന്ന് നിലപാട് മാറ്റി. എലത്തൂരിൽ നിന്ന് AK ശശീന്ദ്രൻ, കുട്ടനാട് നിന്ന് തോമസ് K തോമസ്. NCPക്ക് 2 MLA-മാരാണുള്ളത്. ഇതിൽ AK ശശീന്ദ്രനെ NCP മന്ത്രിയാക്കി. മന്ത്രിസ്ഥാനത്ത് ശശീന്ദ്രൻ 2.5 വർഷം പൂർത്തിയാക്കിയതോടെ അവകാശവാദവുമായി തോമസ് K തോമസ് രംഗത്തെത്തി. 2.5 വർഷം കഴിയുമ്പോൾ മന്ത്രിസ്ഥാനം തനിക്ക് നൽകുമെന്ന് ധാരണ ഉണ്ടെന്നായിരുന്നു തോമസ് K തോമസിന്റെ വാദം. ഇതിനെ തള്ളി AK ശശീന്ദ്രനും PC ചാക്കോയും തന്നെ രംഗത്ത് വന്നു. കൊച്ചിയിൽ ചേർന്ന ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗത്തിൽ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഒഴികെ മറ്റെല്ലാവരും മന്ത്രിമാറ്റത്തെ പിന്തുണച്ചു. ഇതുവരെ ശശീന്ദ്രനൊപ്പം ഉണ്ടായിരുന്ന PC ചാക്കോ നിലപാട് മാറ്റി. അന്തിമ തീരുമാനം ദേശീയ അധ്യക്ഷൻ ശരത് പവാർ എടുക്കട്ടെ എന്നായിരുന്നു PC ചാക്കോ പറഞ്ഞത്. ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഫോറത്തിലും ഇങ്ങനൊരു കാര്യം സംസാരിച്ചിട്ടില്ല. മുൻകാല തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ ശരത് പവാറാണ്. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ MLA സ്ഥാനം കൂടി രാജിവെക്കുമെന്ന നിലപാടിലാണ് AK ശശീന്ദ്രൻ. എന്നാൽ ചർച്ചകൾ ഒന്നും നടന്നിട്ടില്ലെന്നായിരുന്നു AK ശശീന്ദ്രന്റെ പ്രതികരണം. എനിക്കതിനെപ്പറ്റി ഒരു വിവരമില്ല. യോഗം കൂടുതലായിട്ടും എനിക്കറിയില്ല, കൂടിയിട്ട് ചർച്ച ചെയ്തതായിട്ടും എനിക്കറിയില്ല. ചർച്ചയിൽ എന്താ വന്നതെന്ന് എനിക്കറിയില്ല. ഞാനത് അന്വേഷിക്കാനേ പോകുന്നില്ല.
അത് ഓരോ വിഷയം വരുമ്പോൾ അതിൻ്റെ അന്നേരം ആലോചിക്കാമെന്നല്ലാണ്ട് ഇപ്പം എൻ്റെ മുമ്പിൽ ആരും പെടുത്തിപ്പോൾ നിങ്ങൾ നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കുമെന്ന് തോമസ് കെ തോമസും പ്രതികരിച്ചു. ഔദ്യോഗികമായിട്ട് സംസ്ഥാന പ്രസിഡന്റ് ദേശീയ പ്രസിഡന്റ് എടുക്കേണ്ട തീരുമാനമാണ് മന്ത്രിസ്ഥാനത്തെക്കുറിച്ച്. അല്ലാതെ തോമസ് കെ തോമസോ അല്ലെങ്കിൽ മറ്റൊരാളോ പറയേണ്ട കാര്യമില്ല. 3 പേരെയും ശരത് പവാർ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ചയാണ് കൂടിക്കാഴ്ച. PC ചാക്കോയുടെ വാക്കിന് ശരത് പവാർ മുൻഗണന നൽകുമോ അതോ AK ശശീന്ദ്രനെ പിന്തുണയ്ക്കുമോ എന്നതാണ് NCPയിലെ ആകാംക്ഷ. 24 തിരുവനന്തപുരം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ബുൾഡോസർ രാജ് നടപടിക്കെതിരെ സുപ്രീംകോടതി കേസിൽ പ്രതിയായതുകൊണ്ട് മാത്രം കെട്ടിടം പൊളിക്കാൻ പാടില്ലെന്ന് നിർദ്ദേശിച്ച സുപ്രീംകോടതി ബുൾഡോസർ നടപടികളിൽ മാർഗനിർദ്ദേശം പുറത്തിറക്കുമെന്നും വ്യക്തമാക്കി. വീട് നഷ്ടപ്പെട്ട ജഹാംഗീർപുരി നിവാസികൾ ഉൾപ്പെടെ സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ പരിഗണിച്ചുകൊണ്ടാണ് ബുൾഡോസർ രാജിനെതിരായ സുപ്രീംകോടതിയുടെ പരാമർശം. ഒരാൾ കുറ്റാരോപിതനാണെന്ന പേരിൽ എങ്ങനെയാണ് അയാളുടെ വീട് തകർക്കുകയെന്ന് കോടതി ചോദിച്ചു. ഇനി കുറ്റാരോപിതനാണെന്ന് കണ്ടെത്തിയാലും നിയമം അനുശാസിക്കുന്ന നടപടികൾ പാലിക്കാതെ ഇത്തരമൊരു നടപടി ചെയ്യാൻ പാടില്ലെന്നും കോടതി വ്യക്തമാക്കി. കെട്ടിടം അനധികൃതമായി നിർമ്മിച്ചതാണെങ്കിൽ മാത്രമേ ഇത്തരം നടപടികൾ സ്വീകരിക്കാവൂ എന്നും കോടതി നിർദ്ദേശം നൽകി. പൊതുഗതാഗതത്തെയും മറ്റും തടസ്സപ്പെടുത്തുന്ന ഒരു നിയമവിരുദ്ധ നിർമ്മാണവും പിന്തുണയ്ക്കുന്നില്ലെന്നും ബെഞ്ച് വിശദമാക്കി. ബുൾഡോസർ നടപടികളുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുയരുന്ന ആശങ്കകൾ പരിഹരിക്കാനായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്നും കോടതി അറിയിച്ചു. ജസ്റ്റിസുമാരായ BR ഗവായ്, KV വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത്. സെപ്റ്റംബർ 17 കേസ് വീണ്ടും പരിഗണിക്കും. 24 ഡൽഹി. സൗജന്യ ഓണക്കിറ്റ് വിതരണം അടുത്ത തിങ്കളാഴ്ച മുതലെന്ന് മന്ത്രി GR അനിൽ. 3 ദിവസം കൊണ്ട് റേഷൻ കടകൾ വഴി കിറ്റ് വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാരിന്റെ ലക്ഷ്യം. കൺസ്യൂമർ ഫെഡ് സഹകരണ ഓണവിപണി ശനിയാഴ്ച മുതൽ 13 ഇനങ്ങൾ സബ്സിഡിയോടെ നൽകാനാണ് തീരുമാനം. ഓണചന്തകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. 6 ലക്ഷത്തോളം മഞ്ഞക്കാർഡ് ഉടമകൾ, ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾ, വയനാട് ദുരിതമേഖലയിലെ കാർഡുടമകൾ എന്നിവർക്കാണ് സൗജന്യ ഓണക്കിറ്റ് നൽകുന്നത്. വെള്ള, നീല റേഷൻ കാർഡ് ഉടമകൾക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 10 കിലോ അരി നൽകും. 6 ലക്ഷത്തോളം വരുന്ന AAY മഞ്ഞ കാർഡുകൾക്ക്, അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാരായിട്ടുള്ള NPI കാർഡ് ഉടമകൾക്കും വയനാട് ദുരന്ത ബാധിത മേഖലയിലെ എല്ലാ 2 കടകളിലെ 44, 46 കടകളിലെ എല്ലാ റേഷൻ കട ഉടമകൾക്കും സൗജന്യ കിറ്റ് ഉണ്ടാകും. അരി, പഞ്ചസാര, കടല, ചെറുപയർ, വെളിച്ചെണ്ണ തുടങ്ങി 13 ഇനം സാധനങ്ങളാണ് സബ്സിഡിയോടെ കൺസ്യൂമർ ഫെഡ് വഴി വിതരണം ചെയ്യുക. ഓണച്ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വെള്ളിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഈ മാസം 14 വരെയാണ് ഓണച്ചന്തകൾ. സംസ്ഥാനത്ത് 1500 ഓണച്ചന്തകൾ പ്രവർത്തിക്കും. ഓണസദ്യ ഒരുക്കുന്നതിനാവശ്യമായ പച്ചക്കറി ഉൾപ്പെടെ വിൽപ്പനയ്ക്കെത്തും. തിരക്ക് ഒഴിവാക്കുന്നതിന് SMS വഴി സമയക്രമം നിശ്ചയിച്ച് നൽകും. 24 കൊച്ചി. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.